നമസ്തേ. നമ്മളുടെ 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചാണ് വളരെ വിവാദപരമായ ചില അറിയിപ്പുകൾ ചിലരുടെ ഭാഗത്തു നിന്ന് പത്രസമ്മേളനത്തിലൂടെ ഉണ്ടാകുന്നു. പ്രധാനമായും ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ADR റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ്. ADR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന ഒരു സെൽഫ് ഹെൽപ്പ് ഓർഗനൈസേഷനാണ്. അവർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങളെ സംബന്ധിച്ച് പഠനം നടത്തുന്നു. അവർ സുപ്രീം കോടതി വരെ പോയതിൻ്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് ബോണ്ടിനെ സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിധി ഉണ്ടായതും അവരുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. ജൂലൈ മാസം 29 അവരുടെ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു. ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് പോൾ ചെയ്തതിനേക്കാൾ കൂടുതൽ വോട്ട് എണ്ണിയിരിക്കുന്നു. പോൾ ചെയ്തതിനേക്കാൾ കുറവ് വോട്ട് കുറച്ച് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ എണ്ണിയിരിക്കുന്നു. ഇതെന്തുകൊണ്ടുണ്ടായി? ഇതിനെ സംബന്ധിച്ച് ഇലക്ഷൻ കമ്മീഷനോട് അവർ പല പ്രാവശ്യം എഴുതി ചോദിച്ചു, എക്സ്പ്ലനേഷൻ തരണമെന്ന് പറഞ്ഞു. വിവരങ്ങൾ ശേഖരിക്കുന്നു എന്നുള്ള മറുപടി അല്ലാതെ ഒരു മറുപടിയും അവർക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് അവർ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. ആ റിപ്പോർട്ട് എൻ്റെ അടിസ്ഥാനത്തിൽ വളരെയധികം ചർച്ചകൾ നാഷണൽ മാധ്യമങ്ങൾ, ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ നടന്നു വരികയാണ്. പ്രധാനമായും മൂന്നാം ഊഴത്തിലേക്ക് നമ്മളുടെ പ്രധാനമന്ത്രി വന്നു. ഭൂരിപക്ഷം കുറവായിരിക്കാം, സാരമില്ല, എന്നാലും മൂന്നാം ഊഴത്തിലേക്ക് വന്നില്ലേ? ആ മൂന്നാം ഊഴത്തിലേക്ക് വന്ന തെരഞ്ഞെടുപ്പ് ഒരു അട്ടിമറിയായിരുന്നോ എന്ന ഒരു സംശയം ജനിപ്പിക്കുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് ADRന്റെ റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്നത്. അവർ പറയുന്നത് 543 നിയോജക മണ്ഡലങ്ങളിൽ, അതിൽ സൂററ്റിൽ തെരഞ്ഞെടുപ്പ് നടന്നില്ല. 4 നിയോജക മണ്ഡലങ്ങളിൽ വോട്ട് പോൾ ചെയ്തതും കൗണ്ട് ചെയ്തതും ഒരുപോലെയാണ്. 4 നിയോജക മണ്ഡലത്തിൽ മാത്രം, 4 നിയോജക മണ്ഡലങ്ങളിൽ മാത്രം ഇതെങ്ങനെ വന്നു? 543-ൽ 362 നിയോജക മണ്ഡലങ്ങളിൽ വോട്ട് പോൾ ചെയ്തതിനേക്കാൾ കുറവാണ് എണ്ണിയത്. അതായത് നമ്മൾ ചെയ്ത വോട്ട് എണ്ണാതെ പോയിട്ടുണ്ടോ എന്ന് എല്ലാവർക്കും സംശയം തോന്നാം. അത് 362 നിയോജക മണ്ഡലത്തിൽ എങ്ങനെയാണ്? 176 നിയോജക മണ്ഡലത്തിൽ പോൾ ചെയ്തതിനേക്കാൾ കൂടുതൽ വോട്ട് എണ്ണിയിരിക്കുന്നു. അപ്പോൾ വീണ്ടും സംശയം, എങ്ങനെയാണ് ഈ കൂടുതൽ വോട്ട് എണ്ണുന്നത്? ഈ ഒരു കാര്യം യഥാർത്ഥത്തിൽ നാം വിരൽ ചൂണ്ടുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം മുതൽ ഒരു അട്ടിമറിയുടെ പരിശ്രമം ഉണ്ടായിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഫസ്റ്റ് ഫേസിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ 2-3 ദിവസങ്ങൾക്കുള്ളിൽ മൊത്തം എത്ര വോട്ട് പോൾ ചെയ്തു, ഏതൊക്കെ നിയോജകമണ്ഡലത്തിൽ പോൾ ചെയ്തു, അത് പോളിംഗ് സ്റ്റേഷൻ വൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് അപ്ലോഡ് ചെയ്യും അവരുടെ വെബ്സൈറ്റിൽ, ഇലക്ഷൻ കമ്മീഷൻ്റെ. ഇത് പബ്ലിഷ് ചെയ്തില്ല. ഓരോ ദിവസം കഴിയും തോറും വോട്ട് പോൾ ചെയ്തതിൻ്റെ പെർസെൻറ്റേജ് വർദ്ധിക്കുന്നു. ആദ്യം 60% ആണെന്ന് പറഞ്ഞു, പിന്നീടത് 65%, 67% വരെ വോട്ട് പോൾ ചെയ്തെന്ന് പിന്നീട് കണ്ടെത്തുന്നു. ഇതെങ്ങനെ ഉണ്ടാവും? ഇക്കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടി നേരത്തെ തന്നെ സംശയം പറഞ്ഞിരുന്നു. അഭിഷേക് മനു സിംഗ്വി പത്രസമ്മേളനം നടത്തിയിരുന്നു, കപിൽ സിബൽ പത്രസമ്മേളനം നടത്തിയിരുന്നു, കോടതിയിൽ കേസ് പോയിരുന്നു. Because friends, if this stand of the EC is not exposed, then the ECI would, with great respect, be guilty of making democracy a sham. It would help the BJP to win by voter scam, a sham leading to a scam.
Now, why does the Election Commission not put that data on the website? What's the problem? അതിനുശേഷം ആണ് ഫസ്റ്റ് ഫേസിൻ്റെത് 11 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അപ്ലോഡ് ചെയ്തത്. ഈ വോട്ടിംഗ് പോൾ ചെയ്ത വോട്ടുകളുടെ വിവരങ്ങൾ കോൺസ്റ്റിറ്റ്യുവൻസി വൈസായിട്ട് പോളിംഗ് സ്റ്റേഷൻ വൈസായിട്ട് അപ്ലോഡ് ചെയ്തത് 11 ദിവസം എന്തിനെടുത്തു? മുമ്പ് ബാലറ്റ് പേപ്പറുകളായിരുന്നു എങ്കിൽ ഓരോ പോളിംഗ് സ്റ്റേഷനിലെയും വോട്ട് തെരഞ്ഞെടുപ്പ് അവസാനിക്കുമ്പോൾ 17C എല്ലാ ഏജന്റിനും കൊടുക്കണം. എത്ര വോട്ട് പോൾ ചെയ്തു എന്നുള്ളതിന്റെ കണക്ക് എല്ലാവർക്കും കൊടുക്കണം. ആ 17C കൊടുത്തു കഴിഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥൻ റിട്ടേണിംഗ് ഓഫീസറുടെ അടുക്കൽ ചെന്നിട്ട് ഇത് അവിടെ സബ്മിറ്റ് ചെയ്ത് അത് കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങനെയാണ് അന്തിമമായിട്ട് എത്ര വോട്ട് പോൾ ചെയ്തു എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അപ്പോൾ അതിന് ഇറ്റ് മേ ടേക്ക് സം ടൈം. പക്ഷെ ഇപ്പോഴങ്ങനല്ല. ഇപ്പോൾ നമ്മളൊരു വോട്ടിംഗ് മെഷീനിൽ ചെയ്യുമ്പോൾ ആ സമയത്ത് തന്നെ റിട്ടേണിംഗ് ഓഫീസർക്ക് അതറിയാം. ഒരാൾ അവിടെ ഇന്ന പോളിംഗ് സ്റ്റേഷനിൽ പോൾ ചെയ്തു, അതവിടെ കിട്ടും. ഈസി. ഇലക്ഷൻ കമ്മീഷനും ഈ വിവരം അറിയാം. അപ്പോൾ എത്ര വോട്ട് പോൾ ചെയ്തു, ഓരോ സ്റ്റേഷനിലും എത്ര വോട്ട് പോൾ ചെയ്തു എന്നുള്ളത് എ ക്ലിക്ക് ഓഫ് എ ബട്ടൺ, ഒരു ബട്ടൺ അമർത്തിയാൽ ഇലക്ഷൻ കമ്മീഷന് കിട്ടും. മുമ്പിലത്തെ പോലെയല്ല. ആ ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ടും 11 ദിവസം എന്തുകൊണ്ട് ഈ വിവരങ്ങൾ പുറത്ത് അപ്ലോഡ് ചെയ്യാൻ 11 ദിവസം വേണ്ടി വന്നു എന്നുള്ളത് ആദ്യം തന്നെ സംശയം ജനിപ്പിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ വന്നിരിക്കുന്നത് 362 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 5 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒരെണ്ണം സൂററ്റ് തെരഞ്ഞെടുപ്പില്ല. 4 ഒരുപോലെയാണ് വോട്ട് പോൾ ചെയ്തതും എണ്ണിയതും ഒരുപോലെയാണ്. ആ 4 കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്നത് 1 അമ്രേലി, 2 കേരളത്തിലെ ആറ്റിങ്ങൽ, 3 ലക്ഷദ്വീപ്, 4 ദാദ്ര നഗർവാലി. ഈ 4 കോൺസ്റ്റിറ്റ്യുവൻസിയിലെ തുല്യം പോൾ ചെയ്തതും കൗണ്ട് ചെയ്തതുമായിട്ടുള്ളത് വരുന്നുള്ളൂ. ബാക്കി കുറവ് എന്ന് പറയുന്നത് ടോട്ടൽ 5,54,598 വോട്ട് കുറവാണ്. ദേശീയ നേഷൻ വൈസ് 5,54,598 കുറവാണ് 362 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ. എക്സസ് വോട്ട് 176 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 3,50,93 3,50,93 എക്സസ് വോട്ട്. ഈ എക്സസ് വോട്ട് എങ്ങനെ വന്നു? ഇതിനൊരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ തരണ്ടേ? ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിലും ഈ വ്യത്യാസം വരുന്നത് അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് ഈ റിസൾട്ട് നോക്കിയാൽ അറിയില്ല. ഇപ്പോൾ 500 വോട്ട് മാത്രമേ ഡിസ്ക്രിപ്പൻസി ആയിട്ടുള്ളൂ, ഒന്നിൽ കൂടുതലല്ലേ കുറവ്. പക്ഷെ അതെങ്ങനെ വന്നു എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യണ്ടേ? അതെങ്ങനെ വന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാതിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നിൽ വോട്ടിംഗ് മെഷീനകത്ത് എന്തെങ്കിലും തിരിമറി നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വോട്ടിംഗ് മെഷീൻ മാറിയിട്ടുണ്ട്. എന്തെങ്കിലും അത്തരത്തിൽ ഉണ്ടെങ്കിൽ അല്ലാതെ ഈ ഡിസ്ക്രിപ്പൻസി എങ്ങനെ വരാൻ കഴിയും? ഇത് കൂടാതെ മറ്റൊരു റിപ്പോർട്ട് വളരെ വിശദമായി വോട്ട് ഫോർ ഡെമോക്രസി എന്ന ബോംബെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ നടത്തി. അവരുടെ റിപ്പോർട്ടിന് പ്രകാരം ഈ പോൾ ചെയ്ത വോട്ടുകൾ അപ്ലോഡ് ചെയ്യുന്നതിനുള്ള കാലതാമസം വോട്ടിംഗ് പെർസെൻറ്റേജിൽ ക്രമാതീതമായ വർധനവുണ്ടാക്കി. ഇത് മുൻ വർഷങ്ങളിലെ നേരത്തെ നടന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വർധനവിനപ്പുറം ഉണ്ടായ ഒരു വർധനമാണ്. കോൺസ്റ്റിറ്റ്യുവൻസി വൈസായിട്ട് അവർ അത് പഠിച്ചതിന് ശേഷം പറഞ്ഞു 79 നിയോജക മണ്ഡലങ്ങളിൽ ഇത്തരത്തിലുള്ള വർധനവ് BJPയെ സഹായിച്ചു. BJP ആൻഡ് ഇറ്റ്സ് അലൈസ് അവരെ സഹായിച്ചു. 79 കോൺസ്റ്റിറ്റ്യുവൻസിയുടെ പേര് സഹിതമാണ് ആ ഓർഗനൈസേഷൻ നൽകിയത്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട വിഷയം ഇത് ഇത്തരത്തിലുള്ള പഠന റിപ്പോർട്ട് മുൻകൂട്ടി ECIയെ അറിയിച്ച് ഇലക്ഷൻ കമ്മീഷനെ അറിയിച്ചതിന് ശേഷവും അവർ വ്യക്തമായ ഒരു മറുപടിയും നൽകുന്നില്ല എന്നുള്ളിടത്താണ്. സുതാര്യത വേണം, വ്യക്തത വേണം.
ഡെമോക്രസിയിൽ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ബോധ്യമാകുന്ന തരത്തിൽ നിഷ്പക്ഷമായും നീതിപൂർവമായും നടന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ആ ഉറപ്പ് വരുത്താത്തിടത്തോളം കാലം ഇക്കാര്യത്തിൽ എന്തോ ദുരൂഹതയുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു.